നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പിറകോട്ട് ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ജീവിതം എത്രത്തോളം മാറിയിട്ടുണ്ട് ഈ ലോകവും എന്നുള്ളത്? 1980കളിലും 90കളിലൊക്കെ ജീവിതം വളരെ സിമ്പിളായിരുന്നു എല്ലാവർക്കും, അല്ലേ? എല്ലാം ഉണ്ടായിരുന്നതാണ്. നല്ല ആത്മാർത്ഥമുള്ള ചങ്ങാതിമാര്, അതുപോലെ തന്നെ ചെരുപ്പ് പോലും കാലിലിടാതെ നമ്മൾ വെള്ളത്തിൽ ചവിട്ടി നടന്നിരുന്ന ഒരു കാലം. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എന്തും സ്ക്രാപ്പും നമ്മളെടുത്ത് കളിപ്പാട്ടമാക്കിയിട്ട് മാറ്റിയിട്ട് നടന്നൊരു കാര്യം. നമ്മുടെ സന്തോഷങ്ങളൊക്കെ ഒന്നും ഉണ്ടായിട്ടല്ല കൂടുതലൊന്നും, പക്ഷേ അതാ ഒരു കൂടിച്ചേരലായിരുന്നു നമുക്ക് ഏറ്റവും സന്തോഷം ഇമ്പവും തന്നിരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ജീവിതം വളരെ ഫാസ്റ്റായി പോയിരിക്കുന്നു, വളരെ ശബ്ദമുഖരിതമായിരിക്കുന്നു, കൂടുതൽ ആളുകളുമായിട്ട് കണക്റ്റഡുമായിരിക്കുന്നു നമ്മളെ എന്നുള്ളതാണ്. എന്നാൽ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മുടെ കുട്ടിക്കാലം പോലെയല്ല ഇന്നത്തെ കുട്ടികളെല്ലാം എന്ന് പറയുന്നത്. സ്ക്രീനിലാണ് എല്ലാവരും. അവർ സൂര്യോദയം അറിയുന്നില്ല, അസ്തമയം അറിയുന്നില്ല. കൂടുതൽ സംസാരിക്കുന്നതും ഓൺലൈനിൽ മാത്രമാണ്, കൂടുതൽ കേൾക്കുന്നതും അവിടെ തന്നെയാണ് അവർ. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ വളരെ കുറച്ച് മാത്രമേ അവർ കേൾക്കുന്നുള്ളൂ, സംസാരിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ദിവസവും 1000-അധികം പോസ്റ്റുകൾ, മെസ്സേജുകൾ അവർ ചെയ്യുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ നമ്മുടെ പിതാവ് ക്ഷീണിച്ച് നമ്മുടെ വീട്ടിലൊക്കെ കെയർ ചെയ്യുന്ന സമയത്ത് ആ വിയർപ്പിന്റെ ഒരു മണവും ഗന്ധവും കിട്ടുമ്പോഴേ നമ്മൾ ദയനീയമായിട്ടൊരു നോട്ടം നോക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖത്തേക്ക്. അപ്പോഴൊരു വേദന നമുക്കുണ്ടായിരുന്നില്ലേ? ഇന്ന് നമ്മുടെ മക്കൾക്ക് മൊബൈലിൽ നിന്ന് കണ്ണൊന്ന് പൊക്കി നോക്കാൻ പോലും സമയമില്ലാതെ ആയിരിക്കുന്നു. അവർ ബിസിയാണ്. അവരെ പറഞ്ഞിട്ട് കുഴപ്പമില്ല കാര്യമില്ല, അവർ തിരക്കിലാണ് എന്നുള്ളതാണ്. ഇന്ന് കുട്ടികൾ എഴുന്നേറ്റ് നടക്കാൻ പഠിക്കുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയാണ് അവർ മൊബൈൽ ഫോണിന്റെ സ്ക്രീൻ കൈകാര്യം ചെയ്യുന്നത് പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. കളികൾ എന്ന് പറയുന്നത് പണ്ട് നമ്മൾ കളിച്ച പോലെ പുറത്തല്ല, മറിച്ച് കളികളെല്ലാം എന്ന് സ്ക്രീനിനകത്താക്കി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ യഥാർത്ഥ സുഹൃത്തുക്കളൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സും അതുപോലെ തന്നെ ഷെയർ ബട്ടണുകളും അവർക്ക് കിട്ടുന്ന ഷെയറുകളുമാണ്. കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുന്നതിന് പകരം അവർക്ക് കിട്ടുന്ന ഷെയറുകളും ഇതുപോലെയുള്ള ഫോളോവേഴ്സുമാണ്. ആദ്യം നമുക്ക് പ്രശ്നമുണ്ടായി നമ്മൾ ഓടിച്ചെന്നിരുന്നത് നമ്മുടെ അച്ഛനമ്മമാരുടെ അടുത്തേക്ക്, അവർ അരികിലേക്കായിരുന്നില്ലേ? ഇന്ന് നമ്മുടെ മക്കൾക്ക് ഒരു പ്രശ്നം വന്നാൽ ആദ്യം നോക്കുന്നവർ ഗൂഗിൾ അമ്മായിയെയും ഗൂഗിൾ അപ്പൂപ്പനെയുമാണ്. അതുമല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന AI എന്ന് പറയുന്ന ഒരു യുഗത്തിന്റെ ലോകത്തിലേക്കാണ് അവർ ഉറ്റുനോക്കുന്നത്. തീൻമേശയിൽ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് പല കഥകളൊക്കെ നമ്മൾ അന്ന് വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, നമ്മൾ സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഓരോരുത്തരും ഫോണിൽ, നമ്മൾ അച്ഛനമ്മമാർ വരെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഇന്നത്തെ കാലം. പല ടെക്നോളജിയെല്ലാം നമ്മൾ ആർജിച്ചു കഴിഞ്ഞു, പക്ഷേ നമ്മുടെ അനുഭവവും അടുപ്പവും കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ജീവിതമെല്ലാം വളരെ ക്ലിയർ ആയിട്ട് പോയി, പക്ഷെ നമ്മുടെ ക്ഷമയൊക്കെ നശിക്കാൻ തുടങ്ങി. നമുക്ക് ലോകം കീഴടക്കാൻ നമുക്ക് സാധിക്കും, പക്ഷേ മനുഷ്യന്റെ മനസ്സിനെ കീഴടക്കാൻ ഇപ്പോൾ നമ്മൾ മറന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യമെന്ന് പറയുന്നത്. കണ്ടുപിടുത്തങ്ങളും അതുപോലെ നമ്മുടെ വിജയങ്ങളെല്ലാം തന്നെ ഈ പ്രോഗ്രസ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഒരിക്കലും നമ്മുടെ ശത്രു ഒന്നുമല്ല, പക്ഷെ നമ്മുടെ ഗുണത്തിന് വേണ്ടി തന്നെയാണ്. പക്ഷേ നമ്മുടെ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഇനി എന്താണ് എന്നുള്ളതാണ്. ലോകം ഒരുപാട് പുരോഗമിച്ചു കഴിഞ്ഞു. നിങ്ങളോടൊന്ന് ഞാൻ പറഞ്ഞു തരട്ടെ, യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്ക്രീനിൽ നിന്ന് കിട്ടുന്നില്ല. അത് നിങ്ങളുടെ കുടുംബത്തിന്റെ ഊഷ്മളമായ തീക്ഷ്ണമായ ചൂടിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് കിട്ടുന്നു, ആർജിച്ചെടുക്കാവുന്നതാണ്. ലളിതമായ ജീവിതത്തിന്റെ ശാന്ത സൗന്ദര്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഹൃദയത്തിൽ നടക്കുന്ന ഒരു ലോകമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ തേടിയെത്തുന്ന ഭാവി എന്ന് പറയുന്നത് ഒരു പക്ഷേ മറന്നുപോയ ഭൂതകാലത്തിന്റെ നിശബ്ദ കവാടങ്ങൾ തന്നെയായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഒരുപാട് സ്നേഹം മാത്രം. താങ്ക് യു.